സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിലായി. നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയാണ് വിജിലൻസിന്റെ പിടിയിലായത്. പണം കൈമാറാൻ ഇടനിലക്കാരനായ കോൺട്രാക്ടറെ വിജിലൻസ് പിടികൂടി. ഇന്നലെ വൈകിട്ടോടെ ഇടനിലക്കാരൻ മുഖേന തൊടുപുഴ നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടിയത്. തൊടുപുഴയ്ക്ക് സമീപം കുമ്മങ്കല്ലിലുള്ള സ്വകാര്യ സ്കൂളിന്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി സ്കൂൾ അധികൃതർ 1 മാസം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകാൻ തയ്യാറായില്ല. പിന്നീട് സ്കൂൾ അധികൃതർ പലതവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും ലഭ്യമായില്ല. തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്കൂൾ അധികൃതരോട് AEക്ക് പണം നൽകിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞതായി വിജിലൻസ് വ്യക്തമാക്കി. ഇതനുസരിച്ച് AEയെ ചെന്ന് കണ്ടപ്പോൾ 1 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു. AEയുടെ സുഹൃത്ത് റോഷൻ വഴി പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിലാകുന്നത്. എല്ലാ സ്കൂളിനും വർഷത്തിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ 1 മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ AE നമ്മൾ പർച്ച് ചെയ്ത അജി എന്ന് പറയുന്ന ആളത് പോയി പരിശോധിക്കുകയും എന്നാൽ ഇതുവരെ അയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി അഡ്മിനിസ്ട്രേറ്റർ കയറി ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുക്കുന്ന കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. സ്കൂൾ മാനേജറുടെ പരാതിയിലാണ് നടപടി. ഇടുക്കി വിജിലൻസ് DYSP ഷാജു ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ 2ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. ജനം, ഇടുക്കി.